നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോധം ഇതുവരെ തെളിഞ്ഞില്ലേ? ഇടയ്ക്ക് ഉണരുന്നുണ്ട് സാർ. വെള്ളം കൊടുത്തപ്പോൾ കുടിച്ചു. ഉണർത്തി നോക്കിയാൽ എന്തെങ്കിലും പറയാൻ ചാൻസ് ഉണ്ടോ? ഇല്ല സാർ, സംസാരിപ്പിക്കുന്നത് റിസ്ക് ആയിരിക്കും. ഓക്കെ, ഇവനെ കുത്തിയ പെൺകുട്ടി സ്റ്റേഷനിൽ വന്ന് സറണ്ടർ ആയിട്ടുണ്ട്. അപ്പോൾ ക്രൈം തന്നെയാണല്ലേ സാർ? യെസ്, ഞാൻ നാളെ വരാം ഡോക്ടർ. ഇവന്റെ മൊഴി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ സഹകരിക്കണം. ഷുവർ സാർ. ഓക്കെ. ഇവര് സംഭവത്തിന്റെ സാക്ഷികളാണോ? അയ്യോ അല്ല സർ, ഞങ്ങൾ ശബ്ദം കേട്ട് ഓടി വന്നപ്പോ നിതിൻ വീണ് കിടക്കുന്നേ കണ്ടത്. ഓക്കെ, ഇവരുടെ നമ്പരും ID പ്രൂഫും ഒക്കെ വാങ്ങിച്ചു വെച്ചേക്കണം. ഓക്കെ സർ. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാൽ വന്നേക്കണം. ആ ശരി സർ. എടുത്തി എടുത്തി ആ, സത്യന് ശ്യാമമായിരുന്നു. രണ്ടാളും ഇരിക്കെ. ട്രാവൽസ് അടച്ച് വരുന്ന വഴിയായിരിക്കും അല്ലേ? അതെ, ഇറങ്ങുമ്പോൾ ഞാൻ എടുത്തി വിളിച്ചിരുന്നു, വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് അറിയാൻ. എടുത്തി കോൾ എടുത്തില്ല. ഫോൺ എവിടെയോ ഇരിക്കുക സത്യ. കോള് വന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അനുചേച്ചി പറഞ്ഞാൽ മതി, ഞങ്ങളിപ്പോ പോയി വാങ്ങിച്ചിട്ട് വരാം. അതിന് ഇവിടെ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ഇല്ല ശ്യാം. മനസ്സ് ശരിയല്ലെങ്കിൽ പിന്നെ വിശപ്പറിയില്ലല്ലോ. പിന്നെ എനിക്ക് നഷ്ടപ്പെട്ട മനസ്സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. പക്ഷേ നിങ്ങൾ മനസ്സ് വെച്ച ഒരു കാര്യം എനിക്ക് ചെയ്തു തരാൻ പറ്റും. എന്റെ മോനെ, അവനെ എന്റെ അടുത്ത് എത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കൂ. എന്താ എടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങൾ എല്ലാവരും എടുത്തിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോ അമ്മയുടെ ഏട്ടന്റെ കലിയൊന്ന് അടങ്ങിക്കോട്ടെ, ഞങ്ങൾ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കിയിരിക്കും. എന്ത് പരിഹാര സത്യ? എന്നെ കേൾക്ക പോലും ചെയ്യാതെ എന്റെ ഭർത്താവ് എനിക്ക് വിധിച്ച ശിക്ഷ എന്താണെന്നൊക്കെ നിങ്ങൾക്കും അറിയാവല്ലോ. അതിലും വലിയ ശിക്ഷ അമ്മയ്ക്കും മകനും എതിരെ വിധിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ഇപ്പോഴും കഴിയും. ഹർഷയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ച് ജോത്സ്യര് നടത്തിയ പ്രവചനം രവികുമാറിനെ അറിയിച്ചാൽ മാത്രം മതി. അത് ഞാൻ ചെയ്തില്ലെന്ന് മാത്രമല്ല, അമ്മയുടെയും ഹർഷയുടെയും ചതിയിൽ നിന്ന് ഇന്ദ്രനെ രക്ഷിക്കാൻ വീണ്ടും അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറുമായി. അവിടേക്കാ സത്യ നിങ്ങളുടെ അമ്മ ആ പിഴച്ചവളെ വിളിച്ചോണ്ട് വന്നത്.
ഇവിടെ വെച്ച് ഞാൻ അവളുടെ കരണ തടിച്ചത് എന്തിനാണെന്ന് നിങ്ങളാരും ചോദിച്ചില്ലല്ലോ. ഹ, ഇനി ചോദിക്കാതെ തന്നെ ഞാൻ പറയാം. എന്റെ ഭാഗം ക്ലിയർ ചെയ്യേണ്ട ആവശ്യം ഇപ്പൊ എന്റെ മാത്രമാണല്ലോ. ഞാനത് പറയുമ്പോ എന്റെ ഭർത്താവ് എന്നോട് ക്ഷമിച്ച് വീണ്ടും എനിക്ക് അദ്ദേഹത്തോടൊപ്പം ജീവിക്കാനുള്ള കൊതികൊണ്ടാണെന്നൊന്നും ആരും കരുതണ്ട. എനിക്കിനി വേണ്ടത് എന്റെ മകനെ മാത്രം. ഞാൻ പറയുന്ന സത്യങ്ങള് നിങ്ങളൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ എന്റെ മോനെ തിരിച്ചു കിട്ടാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. ഇനി മുതൽ നിങ്ങളും ഇവളും സ്ഥിരമായിട്ട് ഇവിടെ താമസിച്ചോ. നമുക്കേ ഒരു കാര്യം ചെയ്യാം. നിനക്ക് ചേർന്നയാളെ നീ എടുത്തോ, എനിക്ക് ചേർന്നയാളെ ഞാനും എടുക്കാം. എന്ന് വെച്ചാലേ നമ്മുടെ ഭർത്താക്കന്മാരെ പരസ്പരം വെച്ച് മാറിയാലോന്ന്. ഞാനേ ഇനിയും 100 വട്ടം പറയൂടി, എന്റെ വയറ്റിലെ കുഞ്ഞിന് വേണ്ടിയാ പറയുന്നേ. ഇന്ദ്രനെ എനിക്ക് വേണം. എടി ഇതിനൊക്കെ തെളിവുണ്ടോന്ന് ചോദിച്ചാൽ എന്റെ ഇല്ല. വിനയം പുറത്തുണ്ടായിരുന്നു. അവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് പണ്ടേ എല്ലാവരും വിധി എഴുതിയതല്ലേ. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഏടത്തി ഞങ്ങൾക്ക് വിശ്വാസമാണ്. അതിനിപ്പോ വേറെ സാക്ഷിയോ തെളിവോ ഒന്നും വേണ്ട. ഞങ്ങൾ നോക്കിക്കോളാം ബാക്കി കാര്യങ്ങള്. അല്ലേ ശ്യാമേ? ആ അതെ, അനുചേച്ചി കുറച്ച് ടൈം ഞങ്ങൾക്ക് തരണം. വേറൊന്നുമല്ല, ഞങ്ങൾ എടുത്തിയാടി പ്രതികരിച്ച ഞങ്ങളുടെ കുടുംബവും ചിലപ്പോൾ അതോടെ തകരും. അതില്ലാതിരിക്കാനാ കുറച്ച് സാവകാശം ചോദിക്കുന്നത്. അമ്മ അതും ചെയ്യാൻ മടിക്കില്ലെന്ന് ഏടത്തിക്ക് അറിയാലോ. ഒന്നു മാത്രം ഏടത്തി മനസ്സിൽ വിചാരിച്ചു വെച്ചാൽ മതി. ഏത് നിമിഷവും എന്ത് ആവശ്യം വന്നു കഴിഞ്ഞാലും ഏടത്തിക്കൊപ്പം ഞങ്ങളുണ്ടാവും. അമ്മ ഏടത്തി തല്ലിന്ന് പറയുന്ന സംഭവത്തില് ഏടത്തിയുടെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിച്ചിരിക്കും. ഇന്ദ്രേട്ടൻ ഏടത്തിയുടെ മുന്നിൽ വന്നതെന്ന് എല്ലാത്തിനും ക്ഷമ ചോദിച്ചിരിക്കും. അത് സ്വീകരിക്കണോ വേണ്ടെന്നൊക്കെ പിന്നീട് ഏടത്തിയുടെ ഇഷ്ടം. ശരി സത്യ, എല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞപ്പോ എന്റെ മനസ്സിന്റെ ഭാരം അല്പം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ വാക്കുകളില് ചെറിയ പ്രതീക്ഷയും തോന്നുന്നുണ്ട്. അത് മതി. തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഇത്രയും മതി എനിക്ക്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അനുചേച്ചി. ഭാനുമ ഇവിടെ തന്നെ ഉണ്ടാവില്ലല്ലേ? ഞാനുണ്ടാവും ശ്യാമേ. അനുപമ ഇന്ദ്രന്റെ ഭാര്യയായി വന്നത് മുതൽ ഞാൻ കാണുന്നതല്ലേ ഇവളെ. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം ഞാൻ അനുപമയ്ക്ക് കൂട്ടിനുണ്ടാവും. ശരി എടുത്തി, ഞങ്ങൾ ഇതുപോലെ എന്നും വരാം. എടുത്തി ധൈര്യമായിട്ടിരിക്കെ. വാശം. മോളെ, എല്ലാം ശരിയാവും.